ഹലോ ഗൈസ്, പൂനെയിലേക്ക് പോകുന്നതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്നലെ ഉറങ്ങിയതിനു ശേഷം രാവിലെ ഒരു 5:30 ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റ ഉടനെ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൂരെ ഒരു കാറ്റാടി യന്ത്രം കൂടി ഞാൻ കണ്ടത്. ട്രെയിനിൽ നിന്ന് ഞങ്ങളൊന്നും മേടിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവ് വറുത്തതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും സമയം 10:30 ആയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് സിനിമ കാണാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നേരെ മുകളിലത്തെ സീറ്റിലേക്ക് പോയി സിനിമയൊക്കെ കണ്ടു. വെള്ളം ദാഹിച്ചപ്പോഴത്തേക്കും ഞാൻ വീണ്ടും താഴേക്ക് തന്നെ വന്നു. ഇങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ ഇരുന്നങ്ങ് കാണുന്നത്. ഇനി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലോ? അങ്ങനെ തണുത്ത വെള്ളമൊക്കെ മേടിച്ച് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു. വീട്ടിൽ നിന്ന് പഞ്ചസാരയ്ക്ക് നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും നാരങ്ങ വെള്ളം റെഡിയായി. അങ്ങനെ ആസ്വദിച്ച് ഒരു നാരങ്ങ വെള്ളം കൂടി ഞാൻ കുടിച്ചു. നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നേരത്തെ അങ്ങ് ദൂരെ നിന്ന് കണ്ട കാറ്റാടി യന്ത്രം അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. ഞാനിങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് പാട്ടൊക്കെ കേട്ട് വൈബടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ ഒരു ചായയും കൂടി കിട്ടിയാൽ അടിപൊളിയായതിനെന്ന്. അപ്പോഴത്തേക്കും ഒരു ചായയും കിട്ടി. പിന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിലൊന്നും സൈഡ് സീറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈഡ് സീറ്റിൽ ഇരിക്കുന്നത് ഒരുപാട് സീറ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ഈ സൈഡ് സീറ്റ് കൂടി ഇല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് ട്രെയിനിൽ ഇരുന്നിട്ട് സമയം പോകാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബ്രെഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചായ കിട്ടിയത്. ഞാൻ വീട്ടിലുള്ള സമയത്ത് ഒരുപാട് ചായയൊക്കെ കുടിക്കാറുണ്ട്. ഇപ്പോൾ ട്രെയിനിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നേരം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടുന്നതിനനുസരിച്ച് കണ്ടില്ലേ പ്രകൃതിയുടെ ഭംഗിയും കൂടുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും സമയം 7:10 ആയി. 7:10 നേരമൊന്നും ഇരുട്ടുന്നില്ല. നമ്മുടെ അവിടേക്ക് ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ നേരമൊക്കെ ഇരുട്ടിയേനെ അല്ലേ. പിന്നെ ഗൈസ്, ഇനി ഒരു 2 മണിക്കൂറും കൂടെ ആയാൽ പൂനെ എത്തി. അങ്ങനെ നമ്മൾ പൂനെ എത്തിയിട്ടുണ്ട്. 35 മണിക്കൂറിന് ശേഷം ഞാൻ ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങി. ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ അങ്ങോട്ടുമല്ല, ഒരു ചായ മേടിക്കാനാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.